ഹായ് ഓൾ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരള ലോ അക്കാഡമിയിലെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ്. അപ്പം ലോ അക്കാഡമി എക്സാം എഴുതുന്നവർ ചോദിച്ചിരുന്നു ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് ക്ലീയുടെ സിലബസ് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളൂ. അതുപോലെ തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും 25, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 25, GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 പാർട്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ച് ടോട്ടൽ 100 മാർക്കിലാണ് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി നെഗറ്റീവ് വന്ന ഓരോ ക്വസ്റ്റ്യനും 1/4, അതായത് 0.25 മാർക്ക് കുറയും. അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2019 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ചെയർമാൻ ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി സച്ചിദാനന്ദ സിൻഹ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ കൈലാഷ്നാഥ് കർജു. അപ്പോൾ ഫസ്റ്റ് ഡേ എന്നാണ് പറഞ്ഞേക്കണേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടെമ്പററി ചെയർമാൻ ആയിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ഓപ്ഷൻ ബി കോപ്പിറൈറ്റ്, ഓപ്ഷൻ സി ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ കൊടുത്തിരിക്കുന്ന എയും ബിയും സിയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. വിച്ച് ലീഗൽ ആക്ടിവിറ്റി ഡിഡ് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട് ഫോക്കസ്? ഈ ആക്ടിൻ്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ ആൻസർ കിട്ടും. അതായത് സ്മഗ്ലിംഗ് ആണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്മഗ്ലിംഗ്. വിച്ച് വൺ ഈസ് കണക്റ്റഡ് വിത്ത് റെസ് സബ്ജുഡൈസ്? ഓപ്ഷൻ എ അറസ്റ്റ്, ഓപ്ഷൻ ബി ഒഫൻസ്, ഓപ്ഷൻ സി സ്റ്റേ ഓഫ് സ്യൂട്ട് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റേ ഓഫ് സ്യൂട്ട് ആണ് റെസ് സബ്ജുഡൈസ്. അടുത്ത, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൾ അണ്ടർലൈങ് ഡാഷ് ലോ? ഓപ്ഷൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ്, ഓപ്ഷൻ സി പ്രോപ്പർട്ടി ആൻഡ് ഓപ്ഷൻ ഡി എൻവിയോൺമെൻറ്റൽ. നമുക്കറിയാം എൻവിയോൺമെൻറ്റൽ ലോയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഹു ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്? അതായത് രാജ്യസഭ. നമുക്കറിയാം വൈസ് പ്രസിഡൻ്റ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അബ്സലൂട്ട് ട്രാൻസ്ഫർ? ഓപ്ഷൻ എ സെയിൽ, ഓപ്ഷൻ ബി എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ഗിഫ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി മോർട്ട്ഗേജ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുത്തതിന് നമുക്ക് തിരിച്ചൊരു കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഒരു എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ഒന്നും തിരിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ സെയിലിലാണെങ്കിലും എക്സ്ചേഞ്ചിലാണെങ്കിലും മോർട്ട്ഗേജിലാണെങ്കിലും നമുക്ക് തിരിച്ചൊരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഗിഫ്റ്റാണ്. അടുത്തത്, വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പവർഫുൾ ലോ വിച്ച് എംപവേർഡ് ദി ഓർഡിനറി സിറ്റിസൺ ടു ചെക്ക് ദി പവേഴ്സ് ഓഫ് ഗവൺമെൻറ്? അതായത് ഗവൺമെൻറ്റിൻ്റെ പവറും ഓർഡേഴ്സൊക്കെ ചെക്ക് ചെയ്യാൻ ഓർഡിനറി സിറ്റിസണെ കൊണ്ട് എംപവർ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഓർഡിനറി സിറ്റിസണെ ഹെൽപ്പ് ചെയ്യിക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ലോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, IT ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, സിവിൽ റൈറ്റ്സ് ആക്ട് ഉണ്ട്. ഇതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്തത്, വെൻ 2 or more persons agree to do an offence it is known as? 2 അതിലധികമോ ആൾക്കാർ ഒരു ഒഫൻസ് ചെയ്യാൻ എഗ്രി ചെയ്യുന്നതിന് എന്ത് പറയും? ക്രിമിനൽ കോൺസ്പിറസി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദി ആക്ട് മീൻ ടു കർബ് ടെററിസം? ടെററിസവുമായി ബന്ധപ്പെട്ടുള്ള ആക്ട് ഓപ്ഷൻ എ ഫെറ ഉണ്ട്, അത് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആണ്, അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ പറഞ്ഞിട്ടുള്ളതും ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആണ് എഗനസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, NHRC മീൻസ്? നാഷണൽ ഹ്യൂമൻ റിഫോംസ് കമ്മീഷൻ, നാഷണൽ ഹെൽത്ത് റിഫോംസ് കമ്മീഷൻ, നാഷണൽ ഹെൽത്ത് റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അടുത്തത്, ഫൈൻഡ് ദ തിയറി വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് പണിഷ്മെൻറ്റ്? ഓപ്ഷൻ എ നാച്ചുറൽ ലോ തിയറി, ഓപ്ഷൻ ബി retributive theory, option C deterrent theory and option D reformative theory.
ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബാക്കി 3 തിയറീസും പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ആൻസർ നാച്ചുറൽ ലോ തിയറി. Which state is not covered under the Forest Conservation Act? Option A Haryana, option B Karnataka, option C Jammu Kashmir and option D ഉത്തർപ്രദേശ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജമ്മു കാശ്മീർ. അടുത്തത് അമിക്കസ് ക്യൂറി മീൻസ്. ഓപ്ഷൻ എ ഫ്രണ്ട് ഓഫ് ലോ, ഓപ്ഷൻ ബി ഫ്രണ്ട് ഓഫ് കോർട്ട്, ഓപ്ഷൻ സി സർവൻറ്റ് ഓഫ് ലോ ആൻഡ് ഓപ്ഷൻ ഡി സർവൻറ്റ് ഓഫ് കോർട്ട്. റൈറ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്, ഫ്രണ്ട് ഓഫ് കോർട്ട്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്പ്രസ്ലി അബോളിഷ്ഡ് ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്രസ്ലി അബോളിഷ് ചെയ്തിട്ടുള്ള ഇത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അൺടച്ചബിലിറ്റി, ഓപ്ഷൻ ബി സ്ലേവറി, ഓപ്ഷൻ സി ഇനീക്വാളിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ലേവറിയെ പറ്റി ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊന്നും പറയുന്നില്ല. പിന്നെ ഓപ്ഷൻ സി ഇനീക്വാളിറ്റിയാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്, അബോളിഷൻ ഓഫ് ഇനീക്വാളിറ്റി എന്നല്ല പറയുന്നത്. അടുത്തത് കോൺഫ്ലിക്റ്റ് ഓഫ് ലോ ഇസ് നോൺ ആസ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ, സിവിൽ ലോ, പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ, ക്രിമിനൽ ലോ. റൈറ്റ് ആൻസർ പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ ആണ്. അടുത്തത് വാട്ട് ഇസ് ദ മാക്സിമം ടേം ഓഫ് പണിഷ്മെൻറ്റ് ഫോർ ഹാക്കിംഗ് ആസ് പെർ IT ആക്ട് 2000? അപ്പം IT ആക്ട് പ്രകാരം മാക്സിമം ടേം ഓഫ് പണിഷ്മെൻറ്റ് ഫോർ ഹാക്കിംഗ്. ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years ആൻഡ് ഓപ്ഷൻ ഡി 6 years. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 years. അടുത്തത് ഡാഷ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദി ജൂറിസ്ഡിക്ഷൻ ടു അഡ്മിനിസ്റ്റർ സ്പീഡി എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് ഇൻ ഇന്ത്യ. അപ്പം എൻവയോൺമെൻറ്റൽ കേസസിൽ ഏറ്റവും സ്പീഡായിട്ട് ജസ്റ്റിസ് നടപ്പാക്കുന്നത് ഏത് അതോറിറ്റിയാണ്? ഓപ്ഷൻ എ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഓപ്ഷൻ ബി എൻവയോൺമെൻറ്റൽ ട്രൈബ്യൂണൽ, ഓപ്ഷൻ സി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആൻഡ് ഓപ്ഷൻ ഡി ലാൻഡ് ട്രൈബ്യൂണൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് ആൻസർ. ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും അവർ ചോദിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനോ IPCയുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടല്ല, കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുമാണ്. അതായത് ജൂറിസ്പ്രുഡൻസ് പോലെ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് ചോദിച്ചു, അതുപോലെ IT ആക്ട്, അതുപോലെ പല ആക്റ്റുകളെ പറ്റി ചോദിച്ചല്ലോ, ടെററിസം ബാൻ ചെയ്തിട്ടുള്ള ആക്ട് ഏതാണ്, അങ്ങനെയുള്ള കുറച്ചുകൂടി ജനറൽ ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് GKയിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് കാനഡ. ഓപ്ഷൻ എ ഒട്ടാവ, ഓപ്ഷൻ ബി വിക്ടോറിയ, ഓപ്ഷൻ സി ടൊറാൻഡോ ആൻഡ് ഓപ്ഷൻ ഡി ആൽബർട്ട. ആൻസർ ഒട്ടാവയാണ്. അടുത്ത ഓതർ ഓഫ് ദ ബുക്ക് ഹാഫ് ഗേൾ ഫ്രണ്ട്. ഓപ്ഷൻ എ ഖുഷ്വന്ത് സിംഗ്, ഓപ്ഷൻ ബി ചേതൻ ഭഗത്, ഓപ്ഷൻ സി സൽമാൻ റുഷ്ദി ആൻഡ് ഓപ്ഷൻ ഡി വിക്രം സേത്ത്. ആൻസർ ചേതൻ ഭഗത്. അടുത്തത് മിഥാലി രാജ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ചെസ് ആൻഡ് ഓപ്ഷൻ ഡി ടെന്നീസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ക്രിക്കറ്റ്. അടുത്തത് ഡയറക്ടർ ഓഫ് ദി ഹിന്ദി ഫിലിം ദംഗൽ. ഓപ്ഷൻ എ ആമിർ ഖാൻ, ഓപ്ഷൻ ബി കിരൺ റാവു, ഓപ്ഷൻ സി സിദ്ധാർത്ഥ് റോയ് ആൻഡ് ഓപ്ഷൻ ഡി നിതീഷ് തിവാരി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിതീഷ് തിവാരി. അടുത്തത് നാഷണൽ കറൻസി ഓഫ് തായ്ലാൻഡ്. ഓപ്ഷൻ എ ബഹത്ത്, ഓപ്ഷൻ ബി റുപ്പി, ഓപ്ഷൻ സി യെൻ ആൻഡ് ഓപ്ഷൻ ഡി യൂറോ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് ദി ടോളസ്റ്റ് സ്റ്റാച്ചു ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ തിരുവള്ളൂർ സ്റ്റാച്ചു, ഓപ്ഷൻ ബി ഗ്രേറ്റ് ബുദ്ധ, ഓപ്ഷൻ സി ഹനുമത് ധാം ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ ക്വസ്റ്റ്യൻ്റെ ഇപ്പോഴുള്ള ആൻസർ എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. അത് ഇതിൽ ഓപ്ഷൻസിലില്ല. അടുത്തത് ദാൽ ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി ജമ്മു കാശ്മീർ ആൻഡ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജമ്മു കാശ്മീർ. അടുത്തത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. അറിയാം, 5th June ആണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ദി ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ദാറ്റ് ഒക്കേർഡ് ഇൻ 1986 അറ്റ് റഷ്യ. ഓപ്ഷൻ എ ചെർണോബിൽ, ഓപ്ഷൻ ബി ഫുക്കുഷിമ, ഓപ്ഷൻ സി 3 Mile ഐലൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ഇഡാഹു. ആൻസർ ഓപ്ഷൻ എ ആണ്, ചെർണോബിൽ. അടുത്തത് ഡാഷ് ഈസ് നോട്ട് ആൻ ഐലൻഡ് ഇൻ ലക്ഷദ്വീപ്. ഓപ്ഷൻ എ കടമത്ത്, ഓപ്ഷൻ ബി കവരത്തി, ഓപ്ഷൻ സി ബംഗാരം ആൻഡ് ഓപ്ഷൻ ഡി ധമൻ. ധമനാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്തത് യൂണിയൻ ജാക്ക് ഇസ് ദി നാഷണൽ ഫ്ലാഗ് ഓഫ്
ഓപ്ഷൻ എ UK, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ബ്രസീൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് UK. അടുത്തത് ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി ടൈറ്റാനിയം ആൻഡ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് സിങ്ക്. അടുത്തത് ലോ ഓഫ് ഗ്രാവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻ എ എഡിസൺ, ഓപ്ഷൻ ബി ഫാരഡേ, ഓപ്ഷൻ സി ന്യൂട്ടൺ ആൻഡ് ഓപ്ഷൻ ഡി ഐൻസ്റ്റീൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഐസക് ന്യൂട്ടൺ. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ്. അടുത്തത് ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ഓപ്ഷൻ എ ചാൾസ് ബാബേജ്, ഓപ്ഷൻ ബി ബിൽ ഗേറ്റ്സ്, ഓപ്ഷൻ സി സ്റ്റീവ് ജോബ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ചാൾസ് ബാബേജ്. അടുത്തത് നിപ്പ വൈറസ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി മ്യാൻമാർ, ഓപ്ഷൻ സി മലേഷ്യ ആൻഡ് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ആൻസർ ഓപ്ഷൻ സി ആണ് മലേഷ്യ. അടുത്തത് ഹൗ മെനി ആർട്ടിക്കിൾസ് ഇൻ ദി UN ചാർട്ടർ കണ്ടെയ്ൻസ്? ഓപ്ഷൻ എ 99, ഓപ്ഷൻ ബി 101, ഓപ്ഷൻ സി 110 ആൻഡ് ഓപ്ഷൻ ഡി 111. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 111 ആർട്ടിക്കിൾസ്. അടുത്തത് ഹു among the following is associated with എക്കോ ഫെമിനിസം? ഓപ്ഷൻ എ അരുന്ധതി റോയ്, ഓപ്ഷൻ ബി ഗീത ഗോപിനാഥ്, ഓപ്ഷൻ സി സുമൻ സാഹി ആൻഡ് ഓപ്ഷൻ ഡി വന്ദന ശിവ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വന്ദന ശിവ. അടുത്തത് വിച്ച് among the following is the smallest നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി മിസോറം ആൻഡ് ഓപ്ഷൻ ഡി മണിപ്പൂർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സിക്കിം. അടുത്തത് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഇംപ്ലിമെൻറ്റഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി രാജസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി കേരള. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ. Then who introduced the private member bill in parliament relating to the rights of transgender? Option A Nachiyappan, option B Palaniyappan, option C Tiruchi Shiva and option D Palaniswamy. Right answer option C ആണ്. അടുത്തത് who was the viceroy when Simon Commission visited India? Option A Lord Chelmsford, option B Lord Irwin, option C Lord Wellington and option D Lord Mayo. Right answer Lord Irwin ആണ്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ഹേഗ് ആൻഡ് ഓപ്ഷൻ ഡി ജനീവ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഹേഗ്. ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരള ലോ അക്കാഡമിയുടെ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻസ് 3 ഇയർക്കാർക്കും ഹെൽപ്ഫുള്ളാണ്. അവരും കൂടി ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉള്ളത്.